ഈ വോക്ക്മാൻ CD ആയിട്ട് കിട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് നല്ല ഇത് അങ്ങനെ കമ്പോസ് ചെയ്തതല്ല, എങ്ങനെയോ അറിയാണ്ട് പൊട്ടി വീണതാണ്. അത് പ്രിയദർശൻ ഇങ്ങനെ ആരാ ഈ വോയിസ് സെലക്ട് ചെയ്തത് ആരാ? പ്രിയൻ തന്നെയാണ്. ആണല്ലേ? അല്ല, പ്രിയൻ ഞങ്ങളെ കേൾപ്പിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ, നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഓക്കെ പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ ഉണ്ടാവും ഈ ഇപ്പം പറഞ്ഞിങ്ങനെ ഒരു മലയാളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, മലയാളം കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പ്രിയൻ പറഞ്ഞത് മലയാളം മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്ന ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലല്ല, കേരള കർണാടക ബോർഡറാണ്, അപ്പോൾ അവിടെ ഈ മലയാളം മതി എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊന്നും സിനിമയ്ക്ക് ഒരു ഫസ്റ്റ് സിറ്റുവേഷനാണ്. ശോഭനയുണ്ട്, മോഹൻലാൽ, ഇതൊന്നും പറഞ്ഞൊന്നുമില്ല. ഈ നമ്മൾ കാണുന്ന പിക്ചറൈസേഷൻ്റെ ആ ഒരു ഇതുണ്ട്, ആ വിഷ്വൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ നമ്മൾ ആ സിനിമ തിയേറ്ററിലായിപ്പോയി. പിന്നെ അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തുടങ്ങാനുള്ളൊരു സ്പാർക്ക് തന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 40ഓളം കാളവണ്ടികൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് പോകുമ്പോഴത്തേക്കും ഇടയ്ക്ക് ബ്രേക്ക് കാണിക്കും. ആ പുറകിലത്തെ ബ്രേക്കിൻ്റെ അകത്തൊരു താളമുണ്ട്, ജിം 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 പറഞ്ഞൊരു ട്യൂൺ, പുള്ളി തന്നെ മൂളി, ട്യൂണല്ല ഒരു താളം. അപ്പോഴാണ് ഓഹോ 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 അതിങ്ങനെ മൂളിയപ്പോഴത്തേക്കും MG ശ്രീകുമാർ ഏറ്റിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മൾ കേൾക്കുന്ന ഈ ചരണം പല്ലവിയായിട്ട് അങ്ങോട്ട് മൂളി, അതെങ്ങനെയോ വന്നു. അപ്പോൾ പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് കേരള തനിമയുള്ള ഫോക്ക് വേണ്ട, നമുക്ക് കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫോക്ക് മതി എന്നുള്ളതെങ്കിൽ മനഃപൂർവ്വം ഈ ഒരു നമ്മുടെ കേരളത്തിൽ സാധാരണ കേൾക്കുന്ന ഫോക്ക് അങ്ങോട്ട് ഒഴിവാക്കി, എന്നിട്ട് ഈ ഒരു സ്റ്റൈലിൽ പിടിച്ച് പല്ലവി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു തുറന്ന് ഞാൻ ചോദിച്ചു പ്രിയനോട്, എങ്ങനെയുണ്ട് ഈ പല്ലവി എന്ന് ചോദിച്ചു. പറഞ്ഞു സംഗതി നല്ല ട്യൂണാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് പല്ലവി അല്ല, ചരണമായിട്ടെടുത്തോ എന്ന് പറഞ്ഞു. അയ്യോ, ഇതൊരു പല്ലവി എപ്പോഴും താഴ്ന്നും ചരണം പൊങ്ങിയാണ് ഇരിക്കുന്നത്, അത് എപ്പോഴത്തെ കാര്യം പറയണ്ട, നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു വ്യത്യാസത്തിൽ ചെയ്യും എന്ന് പറയും. അതുകൊണ്ട് ഇപ്പം നിങ്ങളിത് ചരണമായിട്ട് എടുക്കുക, എൻ്റെ പല്ലവി വേറെ ചെയ്യും എന്ന് പറയും. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും നമുക്ക് ശീലമില്ല, ഇനി പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പൊക്കി എടുത്തത്. നീല പൊങ്കലായാലോ, അങ്ങനെ നേരെ ഒരു ഉൾട്ട, സാധാരണ നിയമത്തിന് ഒരു ഉൾട്ടയാക്കി. അപ്പൊ അതുകൊണ്ട് പതിഞ്ഞു തുടങ്ങി ടോപ്പിലേക്ക് പോകും. അതാണ് ക്ലാസിക്കലിന്റെ മെത്തേഡാണ് ഈ ലൈറ്റ് മ്യൂസിക്കിലേക്ക് വരുന്നത്. എല്ലാം തന്നെ അതിന്റെ പേരുകൾ പല്ലവി, ചരണം എന്നൊക്കെ പറയണത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല പോയത്, അത് ഒരു ദൃശ്യ വിരുന്നായിരുന്നു അല്ലേ? യഥാർത്ഥത്തിൽ അതിന്റെ മ്യൂസിക്കും പ്രിയദർശന്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് ആദ്യം ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ടിലൂടെ അദ്ദേഹം കഥ കൊണ്ടുപോകും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സിറ്റുവേഷൻ ഇന്നതായിരിക്കണം എന്ന് ചിലപ്പോൾ പറയില്ല. ഇപ്പം നമ്മൾ മ്യൂസിക് ഡയറക്ടർ പറയും ഒരു പാട്ട് പാടുമെന്ന് പറയും, ഒരു ട്യൂൺ പാട്. ചില ട്യൂൺ അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂണിലേക്ക് കഥ തിരിച്ചുവിടാനുള്ള ഒരു അപാരമായ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം കറുത്ത പെണ്ണ എന്നുള്ള പാട്ട് അതിനു മുമ്പ് കാസറ്റിൽ വന്നാണ്, ആൾക്കാർ കേട്ടവരൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇത് ആ പിക്ചറിൽ ആ കറക്റ്റ് സിറ്റുവേഷനിൽ മോഹൻലാലും ശോഭനയും കൂടി ഞങ്ങൾ പാടുന്ന സീൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം കണ്ട് കണ്ണു പറഞ്ഞു. എന്ത് കറക്റ്റ് പ്ലേസ്മെന്റും അതിനുശേഷമുള്ള ആനന്ദിന്റെ ക്യാമറ വർക്കും എല്ലാം അപാരമാണ്. അങ്ങനെയാണ് ആ പാട്ട് ഹിറ്റായത്. അതായത് ഈ 3 പാട്ടും മാനം തെളിഞ്ഞ വന്നാലും എല്ലാ പാട്ടും അപ്പോൾ അപ്പോഴാണ് ആലോചിച്ചത് ഒരു പാട്ടിനെ വിഷ്വൽ കൊണ്ട് എത്രത്തോളം ഉയർത്താൻ പറ്റും എന്നുള്ളത്, മനുഷ്യന്റെ മനസ്സിലോട്ട് എത്രത്തോളം അതിനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് പറഞ്ഞാൽ മനസ്സിലായത്. നമ്മളത് സിനിമയിൽ കാര്യത്തിൽ പ്രിയദർശൻ വളരെ കേമനാണ്. ഈ പാട്ടിന്റെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വലിയ ക്രാഫ്റ്റ്. പാട്ടിനായിട്ട് കാത്തിരിക്കും.